ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നെഹെമിയ 3-ാം അധ്യായം. മതിൽ പുനരുദ്ധരിക്കുന്നു. പ്രധാന പുരോഹിതനായ എലിയാശിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. അവർ അതിൻ്റെ പ്രതിഷ്ഠാ കർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ശതഗോപുരവും ഹനനേൽ ഗോപുരവും വരെ പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി. അതിനോട് ചേർന്ന ഭാഗം ജെറീക്കോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രൻ സക്കൂറും പണിതു. ഹസ്സനായുടെ പുത്രന്മാർ മത്സ്യകവാടം പണിത് അതിന് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അടുത്ത ഭാഗം ഹക്കോസിൻ്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേമോത്ത് പുതുക്കി പണിതു. തുടർന്നുള്ള ഭാഗം മെഷേസാബേലിൻ്റെ പുത്രനായ ബറേക്കിയായുടെ പുത്രൻ മെഷുല്ലാം പണിതു. അടുത്ത ഭാഗം ബാനായുടെ പുത്രൻ സാദോക്ക് പുതുക്കി പണിതു. തെക്കോവക്കാരാണ് അടുത്ത ഭാഗം പണിതത്. എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി പ്രമുഖന്മാർ ചെയ്തില്ല. പാസയായുടെ പുത്രൻ യോയാദായും ബസോദയായുടെ പുത്രൻ മെഷുല്ലാമും കൂടെ പ്രാചീന കവാടം പുതുക്കി പണിത് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു. ഗിബിയോൻകാരനായ മെലാത്തിയായും മെറോനോത്തിനായ യാദോനും ഗിബിയോനിലെയും മിസ്പായിലെയും ആളുകൾ തുടർന്നുള്ള ഭാഗം പണിതു. അവർ നദിക്കക്കരെയുള്ള ദേശത്തിൻ്റെ അധിപതിമാരുടെ കീഴിലായിരുന്നു. തുടർന്നുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരനായ ഹർഹായിയായുടെ പുത്രൻ ഉസ്സിയേൽ പണിതു. പിന്നീടുള്ള ഭാഗം സുഗന്ധദ്രവ്യ വ്യാപാരിയായ ഹനനിയ പണിതു. അങ്ങനെ അവർ വിശാല മതിൽ വരെ ജെറുസലേം പുനരുദ്ധരിച്ചു. ജെറുസലേമിൻ്റെ അർത്ഥഭാഗത്തിൻ്റെ അധിപനായ ഹൂറിൻ്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു. ഹർമാഫിൻ്റെ പുത്രൻ യദായ തൻ്റെ വീടിന് നേരെയുള്ള ഭാഗം പണിതു. ഹഷാബനേയായുടെ പുത്രൻ ഹത്തൂഷ് തുടർന്നുള്ള ഭാഗം പണിതു. ഹാറിമിൻ്റെ പുത്രൻ മൽക്കിയായും പഹാത്ത് മൊവാബിൻ്റെ പുത്രൻ ഹഷൂബും അടുത്ത ഭാഗവും ചൂളഗോപുരവും പണിതു. അടുത്ത ഭാഗം ജെറുസലേമിൻ്റെ മറ്റേ അർത്ഥഭാഗത്തിൻ്റെ അധിപനായ ഹല്ലോഹേഷിൻ്റെ പുത്രൻ ഷല്ലൂമും പുത്രിമാരും പണിതു. ഹാനൂനും സാനോവ നിവാസികളും താഴ്വര കവാടം പുതുക്കി അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിക്കുകയും ചവറ്റുവാതിൽ വരെ 1000 മുഴം നീളത്തിൽ മതിലിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കുകയും ചെയ്തു. ബത് ഹക്കേറോം പ്രദേശത്തിൻ്റെ അധിപനും റേഹാബിൻ്റെ പുത്രനുമായ മൽക്കിയ ചവറ്റുവാതിൽ പുതുക്കി പണിത് അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു. മിസ്പായുടെ അധിപനും കൊൽഹൊസയുടെ പുത്രനുമായ ഷല്ലൂം ഉറവവാതിൽ പുതുക്കി മേഞ്ഞ് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അവൻ രാജകീയോദ്യാനത്തിലെ ശേലാക്കുളം കെട്ടിച്ച് ദാവീദിൻ്റെ നഗരത്തിലേക്ക് ഇറങ്ങുന്ന കോണിപ്പടി വരെ പണി തീർത്തു. ബേത്സൂറിൻ്റെ അർത്ഥഭാഗത്തിൻ്റെ അധിപനും അസ്ബുക്കിൻ്റെ പുത്രനുമായ നെഹെമിയ ദാവീദിൻ്റെ ശവകുടീരത്തിന് എതിർഭാഗം വരെയും കൃത്രിമ വാബി വരെയും പടത്താവളം വരെയും അറ്റകുറ്റപ്പണികൾ നടത്തി. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ രേഹൂം അടുത്ത ഭാഗം പണിതു. തുടർന്ന് കെയ്ലായുടെ അർത്ഥഭാഗത്തിൻ്റെ അധിപതിയായ ഹഷാബിയ തൻ്റെ പ്രദേശത്തെ പ്രതിനിധാനം ചെയ്ത് പണി നടത്തി. തുടർന്നുള്ള ഭാഗം കെയ്ലായുടെ മറ്റേ അർത്ഥഭാഗത്തിൻ്റെ അധികാരിയും ഹെനാദാദിൻ്റെ പുത്രനുമായ ബാവായിയും ചാർച്ചക്കാരും ചേർന്ന് പണിതു. തുടർന്ന് മിസ്പായുടെ ഭരണാധികാരിയും യെശുവായുടെ പുത്രനുമായ ഏസർ മതിൽ തിരിയുന്നിടത്തെ ആയുധപ്പുരയിലേക്കുള്ള കുന്നിനെതിരെയുള്ള ഭാഗം പണിതു. അവിടെ മുതൽ പ്രധാന പുരോഹിതൻ എലിയാശിബിൻ്റെ ഭവന കവാടം വരെ സാബായിയുടെ പുത്രൻ ബാറൂക്ക് പുതുക്കി പണിതു. അവിടെ മുതൽ എലിയാശിബിൻ്റെ വീടിൻ്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിൻ്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേമോത്ത് പണിതു. പിന്നീടുള്ള ഭാഗം ജെറുസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു. തുടർന്ന് ബെഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുതുക്കി പണിതു. അനനിയായുടെ പുത്രനായ മാസയായുടെ പുത്രൻ അസറിയ തൻ്റെ വീടിനോട് ചേർന്ന ഭാഗം തുടർന്ന് പണിതു. അവനുശേഷം ഹനാദാദിൻ്റെ പുത്രൻ ബിന്നൂയി അസറിയായുടെ വീട് മുതൽ മതിൽ തിരിയുന്നത് വരെയുള്ള ഭാഗം പണിതു. അവിടെ കാവൽ ഭടന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിൻ്റെ എതിർവശത്തുള്ള ഭാഗം ഉസായിയുടെ പുത്രൻ പലാൽ പണിതു. പറോഷിൻ്റെ പുത്രൻ പെദായായും ഓഫേൽ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്കുവശത്തെ ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിനും എതിരെയുള്ള ഭാഗം പുതുക്കി പണിതു. വലിയ ഗോപുരത്തിൻ്റെ എതിരെ ഓഫേൽ ഫിത്തി വരെയുള്ള ഭാഗം തെക്കോവാക്കാർ പുതുക്കി പണിതു. അശ്വകവാടം മുതൽ തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുരോഹിതന്മാർ പണിതു.
തുടർന്ന് ഇമ്മേറിൻ്റെ പുത്രൻ സാദോക്ക് തൻ്റെ വീടിനെതിരെയുള്ള ഭാഗം പണിതു. കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ശെക്കനിയായുടെ പുത്രൻ ശെമായിയ തുടർന്നുള്ള ഭാഗം പണിതു. അടുത്ത ഭാഗം ശെലേമിയായുടെ പുത്രൻ ഹനാനിയായും സലാഫിൻ്റെ 6-ാമത്തെ പുത്രൻ ഹാനൂനും പുതുക്കിപ്പണിതു. ബെറേക്കിയായുടെ പുത്രൻ മെഷുല്ലാം തൻ്റെ വീടിനെതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കിപ്പണിതു. അവനുശേഷം സ്വർണ്ണപ്പണിക്കാരനായ മൽക്കിയ ഭടന്മാരെ വിളിച്ചു കൂട്ടുന്ന മതിൽ തിരിയുന്നിടത്തെ കവാടത്തിൻ്റെയും മാളികമുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീടുവരെ പുതുക്കിപ്പണിതു. അവിടെ മുതൽ അജകവാടം വരെയുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കിപ്പണിതു.